ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് മൊത്തം പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ്സിൽ വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷമാണ് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നത്. വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വാട്ടിയാലും കുഴപ്പമില്ല. തിളച്ച വെള്ളം പൊടിയിലേക്ക് ഡയറക്റ്റ് ഒഴിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അമൃതപ്പൊടി എന്തായാലും മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അമൃതം പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സിലേക്ക് അളന്ന് നോക്കി. അപ്പോൾ 2-2.5 ഗ്ലാസ് പൊടി ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളച്ചതിന് ശേഷം ഈ പൊടി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളത്തിലോട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ 2.5 ഗ്ലാസ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വെള്ളത്തിന് മാറ്റം വരും. വേണമെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്തിട്ട് സോഫ്റ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ആ വെള്ളം ഒരു ലെവലിലാക്കി എടുത്തത്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ ഒന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വാട്ടിയിട്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം കുഴയ്ക്കാം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് കുഴയ്ക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സേവനായിലിട്ട് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് സുഖമായിരിക്കും. നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് കുറച്ച് ടൈറ്റ് ആവുന്നത്. നിങ്ങളുടെ മാവ് ലൂസാവുകയാണെങ്കിൽ അത്ര മതിയാവും. നന്നായിട്ട് കുഴച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴഞ്ഞ് വരണം. എന്നാൽ നമുക്ക് 7 ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും. ഗോതമ്പ് പൊടിയേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 7 ഓയിലേക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം. ചെറിയ ബോൾസായിട്ട് ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് അടച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ഇത് ടൈറ്റ് ആവുമെന്നൊന്നും വിചാരിക്കുന്ന പോലെയല്ല, സിമ്പിളായിട്ട് വരും. ഇനി ഇഡ്ഡലി തട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് നൂൽപുട്ട് അടർത്തി എടുക്കാനും സുഖമാണ്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞെടുക്കാം. സിമ്പിളായിട്ട് പോരും. നമുക്ക് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ മുകളിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ താഴെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി പാത്രം ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ആവി വരണം. അപ്പോഴത്തേനും അത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് സമയത്തിന് ശേഷം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഇലയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അമൃതപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും തോന്നുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.